ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുധീഷും നിധിയും കൂടി സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് സുധീഷിനോട് ചൂടാവോ, ഇങ്ങനെയാണോടോ വണ്ടിയിലിരുത്തി കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ തലയിലിരുത്തി കൊണ്ടുപോകണമെന്ന് സുധീഷ് അന്നേരം ചേച്ചിയോട് ചോദിച്ചു. മുന്നിലിരുത്തി നന്നായി കൊണ്ടുപോയിക്കൂടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ചേച്ചി പറയാം, എൻ്റെ പൊന്നെ തമ്പുരാനെ ഇക്കാലത്തെ പിള്ളേരോടൊന്നും പറയാനും വയ്യാന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി. അപ്പോഴത്തേക്ക് സുധീഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. മോളെ നീ കയറി മുന്നിലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് റോഡ് ഒരിത്തിരി മോശമാണ്, ഈ കൊച്ച തല താഴെ ഇടുമെന്നൊക്കെ ചേച്ചി പറയട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ നിധി അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല നീ വന്നിരിക്കും നിധി, അത് പിന്നെ പ്രായത്തിന് മൂത്തവർ പറയുന്നത് കേൾക്കണമെന്നല്ലേ. അപ്പോൾ നമ്മുടെ നിധി ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി എന്ന് പറഞ്ഞോണ്ട് സുധീഷ്. അങ്ങനത്തെ നമ്മുടെ ചേച്ചി പറഞ്ഞത് കേട്ട അനുസരിച്ച് നിധി ഫ്രണ്ടിൽ കയറിയിരുന്നു. കുറേ സുധീഷ് നിർബന്ധിച്ചു. അങ്ങനെ നിധി ഫ്രണ്ടിലിരിക്കുന്നു, സുധീഷ് സൈക്കിളിൽ ഓട്ടുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ കുറേ ദൂരം പോകുക കേട്ടോ. സുധീഷ് നിധിയിൽ പരം സന്തോഷം വേറെ കിട്ടാനില്ല. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് സുധീഷിന് വിശക്കുന്നില്ലേ, വല്ലതും കഴിക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറയുന്നതേ ഇല്ല എന്ന് സുധീഷ്. അതെന്താ ആവോ അറിയില്ല എന്നും പറഞ്ഞു സുധീഷ് ഇങ്ങനെ ഇരിക്കാം എന്നും പറഞ്ഞോണ്ട് നിധി. അപ്പോൾ സുധീഷാണെങ്കിൽ സൈക്കിളിൽ ഓട്ടി ഇവർ രണ്ടുപേരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് സൈക്കിൾ ഇങ്ങനെ നിർത്തി നിധി ഇറങ്ങാൻ നോക്കുമ്പോൾ സുധീഷ് ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ഇറക്കി പിടിച്ചേക്കല്ലേ ചോദിച്ചിങ്ങനെ മൂളിക്കളിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നിധി ഒരു കൈ എടുക്കുക എനിക്ക് ഇറങ്ങണമെന്ന്. ആ സമയത്ത് നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി. സുധീഷ് കൈ മാറ്റിയപ്പോൾ പെട്ടെന്ന് നമ്മുടെ സുധീഷ് എന്നും പറഞ്ഞൊരു ഒച്ച കേൾപ്പിക്കല്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നിധി അങ്ങോട്ടേക്ക് അയ്യോ പെട്ടെന്നൊരു വേദന. അത് നോക്കിക്കേ, അപ്പം ഇത്രയും നേരം സൈക്കിളിൽ കെട്ടിയപ്പോൾ ഇല്ലാത്ത വേദന ഇപ്പം അല്ലേ, വെറുതെ നമ്പർ ഇറക്കാൻ വരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് കയറിപ്പോയി. സുധീഷ് അന്നേരം ചമ്മി ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ സൈക്കിളിൽ തന്നെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഓടിച്ചിങ്ങനെ പോകും, ഭയങ്കര ത്രില്ലിലാശാൻ. അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഒരുപാട് കണ്ടിങ്ങനെ അവിടെ നിൽക്കുന്നു. എന്താ ഒരു സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം സ്വപ്നം കണ്ടുകൊണ്ട് നിന്ന് സുധീഷിൻ്റെ അടുത്തേക്ക് വരുന്നു നമ്മുടെ സുഭാഷും ചാന്ദിനിയും കൂടെ. രണ്ടുപേരും ചിരിച്ച് കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് വിളിച്ചു. അവിടെ നിന്ന് സുഭാഷ് നേരെ പോലും നോക്കിയില്ല. ഓഹോ, അപ്പം ഈ ലോകത്തല്ലേ എൻ്റെ ഈശ്വര, ഒരു തവണ ശൂലം കുത്തിയപ്പോഴത്തേക്കൊക്കെ ഇത്രയ്ക്കൊക്കെ ആയോ എന്ന് നാക്കിലും കൂടി വേണ്ട എൻ്റെ പൊന്നോ, ഇത് മതി, ധാരാളം മതി, ശേടാ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നീതുവും വീട്ടുകാരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുക ഓട്ടോയിൽ. അമ്മ ഓട്ടോയിലിരുന്ന് ഭയങ്കര കരച്ചിൽ. അമ്മ കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. നീതു ഒന്നും കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ കരച്ചിൽ നിർത്താനും പറ്റുന്നില്ല. അമ്മ ഭയങ്കര കരച്ചിലും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെല്ലാവരും കൂടെ വീട്ടിലിരുന്ന്, അതായത് സുധീഷ്, സുഭാഷ്, നികേഷ്, ഹരീഷ് ഇവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക. അപ്പോഴത്തേക്ക് നിധി അങ്ങോട്ടേക്ക് വന്നു, ഞാൻ വിളമ്പാമെന്നും പറഞ്ഞു. അപ്പോൾ സുഭാഷ് പറഞ്ഞു വേണ്ട, ഞാൻ വിളമ്പിക്കോളാം, മോളിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഫുഡ് വിളമ്പാൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ സുഭാഷ് വേഗം മേടിച്ചു. അപ്പോഴത്തേക്കും നിധിയെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി. നിധി അവിടെ ഇരുന്ന് സുഭാഷ് ഫുഡ് വിളമ്പുന്നു. അപ്പോഴത്തേക്കും ചാന്ദിനി അങ്ങോട്ടേക്ക് വന്നു. ചാന്ദിനി വാ ഇരിക്കും, ഫുഡ് തരാം, വിളമ്പുവെന്ന് പറഞ്ഞു. അങ്ങനെ ചാന്ദിനിയും വന്നിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലളിതാൻ്റെയെ വിളിക്കണ്ടേന്ന് ചോദിച്ചു. ആ പേരിൽ മാത്രമേ ലളിതമുള്ളൂ. എന്തായാലും സ്വഭാവത്തിൽ അവർ താഴെ അക്കാര്യത്തിൽ നമ്മുടെ കാരണവരെ കറക്റ്റാ. ഒരു കാര്യത്തിലുള്ള അച്ഛനെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് നിധി അന്നേരം പറയാട്ടോ. അല്ല അവരെ അതൊക്കെ അമ്പലത്തിൽ കറങ്ങിയിട്ടേ വരുള്ളൂ എന്ന് സുനന്ദരാവിലെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു നികേഷ്. സുനന്ദയോ, നീ എന്താണ് ഇപ്പോഴും അവളെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ സുഭാഷേട്ടൻ കെട്ടിയിരുന്നെങ്കിലേ നിന്റെ വലിയടത്തി നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു. അന്നേരം സുധീഷേ എന്നും പറഞ്ഞോണ്ട് നിധി. അന്നേരം അയ്യോ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ മതി നിർത്തിക്കോ, ഇനി കഴിക്കാൻ നോക്കാൻ പറഞ്ഞു നിധിയെ. അപ്പോഴത്തേക്ക് സുധീഷിന് വേണ്ടായിരുന്നെന്ന് പറഞ്ഞു അടുത്തത്. അപ്പൊ ഹരീഷ് സുധീഷേട്ടാ പഴയതുപോലെ ഏട്ടത്തേക്ക് സുധീഷേട്ടനോട് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്കും തോന്നുന്നത് നികേഷ്. അല്ലെങ്കിൽ സൈക്കിളിൽ അങ്ങനെയൊക്കെ ഇരുന്ന് വരാൻ സമ്മതിക്കുമോ? ആണോ, ശരിക്കും അങ്ങനെയുണ്ടോ? പിന്നെ അങ്ങനെ ഉണ്ട്. ഒരു ചെറിയ കാറ്റ് വീശാൻ തുടങ്ങിയെന്ന് തോന്നിയെന്ന് മാത്രം. അപ്പോഴേക്കും ചാടി കയറി ചെല്ലണ്ട കേട്ടോ, തുടക്കത്തിലേ അത് പൊളിയുമെന്ന് ഹരീഷ്. ശരി സാർ, ഇപ്പം നീയാണല്ലോ ഈ വിഷയത്തിൽ എൻ്റെ ഗുരു. യെസ്, ആ ബോധ്യം വേണം കേട്ടോ എന്ന് പറഞ്ഞു. പാടാ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും നിധി വെള്ളം എടുക്കാൻ പോയായിരുന്നു. അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവരിങ്ങനെ കഴിക്കാനായിട്ടിരിക്കുക. അപ്പം നിധി അങ്ങോട്ടേക്ക് വന്നു. ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷേട്ടാ അതെ പറഞ്ഞ് ചാന്ദിനി സുഭാഷിനോട് കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. കഴിക്കുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ചാന്ദിനി കഴിപ്പിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് അതിൽ വരുമായിരുന്നേ. അപ്പോൾ എന്തോ പരസ്പരം പറയുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ടിത്. രണ്ടുപേരുടെയും മറുപടി എങ്ങനെയാ? അങ്ങനെ രണ്ടുപേരെ കുറിച്ച് ഇവരിരുന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ സുഭാഷും ചാന്ദിനിയും തമ്മിലുള്ള ആ ഒരു അടുപ്പത്തെ പറ്റിയൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പം ചാന്ദിനി സുഭാഷിനോട് വീണ്ടും വീണ്ടും ഇങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ സുഭാഷ് അപ്പം അത് കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ചാന്ദിനിയോട് നമ്മുടെ നികേഷ് മുഴുവനായിട്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും ഒരു ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുക. നിധി അന്നേരം ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുക കേട്ടോ. നിധിക്കും ഭയങ്കര സന്തോഷം. അപ്പം ഇവരിങ്ങനെ ഫുഡ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന നീതുവും വീട്ടുകാരും വീട്ടിലേക്ക് വന്നു. നീതുവിനെ വലിച്ചഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങ് എറിഞ്ഞങ്ങ് ഇട്ട അമ്മ. എടീ മഹാഭാബി, നീ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്ത് കളഞ്ഞല്ലോടി എന്ന് പറഞ്ഞ അമ്മ ഭയങ്കര കരച്ചിൽ. അച്ഛനും അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അഖിലാണെങ്കിൽ കൊലി കയറി പല്ലും കടിച്ചു പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക. എടി മൂദേവി, നീ ചതിച്ചല്ലോടി, അവനെ കാണാൻ പോലും പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നീ അവൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടക്കായിരുന്നല്ലേടി എന്നൊക്കെ ചോദിച്ചു. നാണമില്ലേടി നിനക്കത്ര വയസ്സായടി, 21ാമത്തെ വയസ്സിൽ നീ ചതി ചെയ്തല്ലോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ. ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു കുട്ടി ഒക്കത്തെടുത്ത് നടക്കുന്ന ഗതികേടായല്ലോടി നിനക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അമ്മ കരയുന്നേ. അച്ഛൻ മിണ്ടുന്നില്ല. ദേ ഈ കുടുംബത്തിൻ്റെ മാനവും മര്യാദയും എല്ലാം പോയി എന്നും പറഞ്ഞായി പിന്നെ അമ്മ. ഇതിലും ഭേദം ഞങ്ങളെ കൊല്ലായിരുന്നില്ലേടി എന്നൊക്കെയാണ് അമ്മ നീതുവിനോട് ചോദിക്കുന്നത്. നീതൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അമ്മയാണെങ്കിൽ തലക്കടിച്ചും നെഞ്ചത്തടിച്ചും കരയുന്നു. ആ സമയത്ത് നീതു അച്ഛാ എന്ന് പറഞ്ഞ് ചെന്ന് വിളിച്ചു. മാറി നിൽക്കടി എവിടെ നിന്ന് പറഞ്ഞ അച്ഛനും പിടിച്ചൊരു തള്ളു. എല്ലാം തൊലച്ചപ്പോൾ സമാധാനം ആയല്ലോ, ഇനി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ അഖിൽ ഇങ്ങനെ ചോദിക്കും കേട്ടോ. നീതു ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഇവരെന്താ പറയുന്നത് എല്ലാം കേട്ടോണ്ട്. അപ്പം ഞാൻ ചോദിച്ചതുകൊണ്ട് മാത്രം അവൻ ഇവളെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചതെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു ഔദാര്യം എന്നും പറഞ്ഞു നീതു. എൻ്റെ കല്യാണക്കാരും ആദ്യം എന്നോടാണ് പറയേണ്ടത്, അല്ലാതെ നിന്റെ കൂട്ടുകാരനോടല്ല എന്ന് നീതു അഖിലിനോട് പറയാട്ടോ. നിങ്ങളൊക്കെ നുണ പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ച് താലി കെട്ടാൻ തീരുമാനിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണത്തിന് ഞാൻ സമ്മതിക്കുമെന്ന് കരുതിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നീതു ചോദിക്കുക. അപ്പോഴത്തേക്കും അമ്മ വന്നിട്ട് എടി സത്യം പറയടി, കല്യാണം നടക്കാതിരിക്കാനാണോ നീ അങ്ങനെ ഒന്ന് പറഞ്ഞതെന്ന് അമ്മ നീതുവിനോട് ചോദിച്ചു. എന്നിട്ട് ചുമ്മിട്ട് തട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നീതു ആണെന്നുണ്ടെങ്കിൽ ഹരീഷ് തിരിച്ചെത്തുന്നത് വരെ ഈ നുണ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് നീതു. ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ അങ്ങ് നിൽക്കട്ടെ, ഹരീഷ് വരുന്നതോടെ എന്ത് വന്നാലും ഞാൻ സത്യം പറയും, നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നീതു ഇങ്ങനെ നിൽക്കുക. എടി നിന്നോടാ ചോദിച്ചത് പറയാൻ പറഞ്ഞ അമ്മ വീണ്ടും നീതുവിനെ പിടിച്ചിങ്ങനെ കൊല്ലുക. അപ്പം ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് നീതു. അയ്യോ എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അപ്പം ദേ എന്തായാലും ഹരീഷ് എന്നെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല, അത് ഉറപ്പാണെന്ന് നീതു പറയാം കേട്ടോ. അവളുടെ ഒരു ഹരീഷ് ചവിട്ട് നിൻ്റെ. അപ്പോഴത്തേക്ക് എടാ അതൊന്നും വേണ്ട എന്ന് അച്ഛൻ. അപ്പം നീ ആ മനുഷ്യൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേടി, ഇനി അങ്ങേര് നാട്ടുകാരുടെ മുഖത്ത് നോക്കുവടി, ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയുവടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഒരേ ഒരു പെണ്ണിനെ അന്തസ്സായി വളർത്താൻ പറ്റാത്തത് കൊണ്ടാണെന്ന് നാട്ടുകാർ പറയില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇനി നീ വിചാരിച്ചാലും നിൻ്റെ ജീവിതം പഴയതുപോലെ ആവില്ല, കഴിഞ്ഞു, എല്ലാം നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടായി അമ്മയുടെ കരച്ചിൽ. അങ്ങനെ പറഞ്ഞും സങ്കടപ്പെട്ടും ഒക്കെ കരയാം. പഠിത്തവും പോയി, ഉദ്യോഗവും പോയി, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. നീ ഇതൊക്കെ കേട്ട് മിണ്ടുന്നില്ല. നീയായിട്ടടി നിൻ്റെ ജീവിതം നശിപ്പിച്ചത്, നീ അങ്ങനെ റോഡിലിറങ്ങി നടക്കുവടി എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. നാട്ടുകാരുടെ മുഖത്ത് നീ എങ്ങനെ നോക്കുവടി എന്നൊക്കെ ചോദിച്ച് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് നീ എങ്ങനെ മറുപടി പറയും, അങ്ങനെ 100 കാര്യങ്ങൾ അമ്മ പറയുന്നത്. നീ പറഞ്ഞത് എന്താടി ഞങ്ങൾ സാധിച്ചു തരാത്തത്, നിനക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് നിന്നെ പഠിക്കാൻ വിട്ടു, വണ്ടി മേടിച്ചു തരണമെന്ന് പറഞ്ഞ് വണ്ടി മേടിച്ചു തന്നു, എല്ലാം ചെയ്തു തന്നില്ലേടി എന്നൊക്കെ ചോദിക്കാം. ഈ ചതിക്ക് നീ അനുഭവിക്കും, ഉറപ്പായിട്ട് നീ അനുഭവിക്കൂടി എന്ന് അമ്മ പ്രാഗുവാണ് മകളെ. അപ്പോഴത്തേക്ക് അഖിൽ ഫോൺ എടുത്തിട്ട് ദേ എടി അവനെ വിളിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിക്കും. അപ്പോൾ നീതു ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുക. അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോഴത്തേക്കും കോള് വന്നു. ഫോൺ എടുത്തോണ്ട് നമ്മുടെ ഹരീഷ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അല്ലടാ നീ ഫുഡ് കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചു കഴിഞ്ഞു, കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഹരീഷ് അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പം നികേഷ് കണ്ടോ എന്ന് പറഞ്ഞിരിക്കും. അപ്പം എന്നെ വിളിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ സുധീഷ് ഇരിക്കുമ്പോൾ നികേഷ് ഞാൻ വിളിച്ചാൽ മതിയോ, നീ ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ സുധീഷ്. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹരീഷ് ഫോൺ എടുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. ഹലോ നീതു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എന്താടാ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ഞങ്ങളെയൊക്കെ മൂക്കി കയറ്റാന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. നീതു അല്ലടാ ഞാനാടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് ഹരീഷിനോട് സംസാരിക്കാം. അപ്പോൾ എൻ്റെ അനിയത്തിയോട് കാണിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ടാന്ന് പറഞ്ഞു. നീ ഞങ്ങളെയെല്ലാം വെല്ലുവിളിച്ചതിൻ്റെ കാരണം ഇപ്പോഴോടോ എനിക്ക് മനസ്സിലായതെന്നും അഖിൽ പറയട്ടെ. ഹരീഷ് അന്തം വിട്ട് നിൽക്കുക. അമ്പലത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവള് പറഞ്ഞത് അവള് പ്രഗ്നൻ്റ് ആണെന്ന്, നീ ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നും. അത് കേട്ടപ്പോൾ ഹരീഷ് അച്ചത്തിൽ ഞെട്ടി.
ഹരീഷ് ഒന്ന് അടങ്ങി വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. നീയും നിന്റെ കുടുംബവും തനി നാറുകളാണെന്ന് നീ കാണിച്ചല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഹരീഷ് അയ്യോ എന്ന് പറഞ്ഞേക്കാം. എൻ്റെ കൺമുന്നിൽ വന്ന് പെട്ടെന്ന് നിന്റെ അവസാനം ഓർത്തോ നീ എന്നൊക്കെ പറയുവാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ, നിനക്കൊന്നും പറയാനില്ലേ, മറുപടി പറയാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. ഹരീഷിന് എന്താ പറയണ്ടെന്ന് അറിയില്ല. എടാ മറുപടി പറയാൻ. അപ്പോഴത്തേക്ക് അമ്മ ഫോൺ മേടിച്ച് കട്ട് ചെയ്തു. ഹരീഷ് ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നിങ്ങളെന്താ ഈ കാണിക്കുന്നേ, ഇവനോട് എന്തിനാടാ സംസാരിക്കുന്നത്, ഇവൻ തല്ലിപ്പൊളിയാ, യോഗ്യനായ മറ്റൊരുത്തനുണ്ടല്ലോ അവൻ്റെ ചേട്ടൻ, അവനോട് സംസാരിക്കാൻ അമ്മ വിളിക്കടാന്ന് പറഞ്ഞു. അങ്ങനത്തെ സുഭാഷിൻ്റെ നമ്പറിലേക്ക് വിളിക്കാം, സുഭാഷിൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് നമ്പർ അറിയത്തില്ലെന്ന് പറഞ്ഞു നീതു. പിന്നെ അവിടെ കിടന്ന് തപ്പുവാ, നമ്പർ തപ്പി നമ്പർ എടുത്തു. അപ്പോൾ ഹലോ സുഭാഷാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ആ അതെ, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ നീതുവിൻ്റെ അമ്മയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് ഒന്ന് ഞെട്ടിയോ, എന്നാ പോലും എന്താ വിളിച്ചേ, നിന്നെ വിളിച്ച് കുശലം പറയാനാടാന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക കേട്ടോ. ഹലോ, നീയും നിന്റെ കുടുംബം തനി പരട്ടകളാണെന്നും വൃത്തികെട്ടവന്മാരാണെന്നും പറഞ്ഞപ്പോൾ നിനക്കങ്ങ് നൊന്തല്ലോടാ ഇല്ലേന്ന് ചോദിച്ചു. ദേ നിന്റെ അനിയന്മാരെ കുറിച്ച് നിനക്ക് നല്ല മതിപ്പാണെന്നല്ലേ നീ പറഞ്ഞതെന്നൊക്കെ നീതുവിൻ്റെ അമ്മ ചോദിക്കുക. സുഭാഷ് ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കാം. നിന്റെ അനിയൻ കെട്ടിക്കൊണ്ടുവന്ന മഹാറാണി എന്താ പറഞ്ഞത്, ആ മെക്കാനിക്ക് തെണ്ടിയെ പോലെ ഒരു നല്ലവൻ ഈ ഭൂമിയിൽ കാണില്ലെന്നല്ലേ എന്നൊക്കെ ചോദിച്ചേ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറയുവാണ്. ഇതൊക്കെ കേട്ട് സുഭാഷൊക്കെ അന്തം വിട്ട് നിൽക്കുക. ദേ എൻ്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇതുപോലത്തെ ഒരു തെണ്ടിത്തരം ചെയ്തില്ലേടാന്നൊക്കെ ചോദിച്ചു. അവനെ ഞങ്ങൾ ജീവനോട് വെച്ചേക്കാലോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കുടുംബത്തിൻ്റെ മോനം കളഞ്ഞത് അനിയൻ ഒരിക്കലും ഗതി പിടിക്കത്തില്ലടാന്ന് പറഞ്ഞ് ശപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പം സീതച്ചി നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കി പറയാം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ അനിയൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നിങ്ങനെ നമ്മുടെ സുഭാഷ് പറയുമ്പം അതേടാ നിൻ്റെ കുനിയൻ നല്ലവനാണെന്ന് നീ സർട്ടിഫിക്കറ്റ് എടുത്ത് നീ വിതരണം ചെയ്യടാ, അവൻ ഒന്നാമത്തെ ഫ്രോഡാടാ, ചതിയനാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയട്ടെ. ഇതൊക്കെ കേട്ട് സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നു. നീ നിൻ്റെ കുടുംബം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു പ്രാകുന്നു. അത് ഇനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പം നിധി ചോദിച്ചു ആരായിരുന്നു ഫോണിൽ. അത് പിന്നെ സുഭാഷേട്ടാ എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ അവളുടെ വീട്ടിൽ നിന്ന് വീണ്ടും അവൾ ഇറങ്ങിപ്പോന്നോ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പം നീതുവിൻ്റെ അമ്മയെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ടിരിക്കുക. നീതു പ്രഗ്നൻ്റ് ആണെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. പ്രഗ്നൻ്റോ എന്നും ചോദിച്ചുകൊണ്ട് സുധീഷും നികേഷും നിധിയും ഒക്കെ സുഭാഷേട്ടാ അങ്ങനെയാ അവർ പറഞ്ഞു. അതിൻ്റെ കാരണം നമ്മുടെ ഹരീഷാണെന്ന്. അമ്മേ ഇതിനിടയിൽ അവൻ അതും ഒപ്പിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും മൊത്തത്തിൽ കൊളായി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.